അങ്ങനെയെങ്കിൽ ശബരിമലയിൽ കിട്ടുന്ന എനർജി അയ്യപ്പന്റെ ജീവസമാധിയിൽ നിന്നുള്ളതാണ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു കാര്യത്തിലല്ല ശബരിമല സ്ഥാപിച്ചിരിക്കുന്നത്. ശബരിമല സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ മറ്റൊരു വലിയൊരു സത്യമാണ്. എന്താണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യം? നമ്മുടെ ഈ തെക്കൻ ഇന്ത്യക്കകത്ത് ഒരു കാലത്ത് മഴ ഇല്ലായിരുന്നു, വറ്റി വരണ്ട ഭൂമിയായിരുന്നു. ഈ സയൻസിൻ്റെ ഭാഗം ഞാൻ പറയുന്നത്. അതിന് കാരണമായിട്ട് അന്ന് കണ്ടെത്തിയിരുന്നത്, പരശുരാമൻ കണ്ടെത്തിയിരുന്നത്, ആദ്യമായിട്ട് ഒരു സസ്യം ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നത് നമ്മുടെ ശബരിമല അങ്ങനെ ഉണ്ടാക്കപ്പെട്ടെങ്കിലും അവിടെ എങ്ങനെയാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ വരുന്നത്? അതെ, ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ വെള്ളത്തെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിടെ ശാസ്ത്ര പ്രതിഷ്ഠ ഉള്ളത് കൊണ്ടും ഈ ശബരിമല ഉള്ളത് കൊണ്ടുമാണല്ലോ അയ്യപ്പനെ തേടി അങ്ങോട്ടേക്ക്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഇരിക്കുന്നത് അയ്യപ്പനല്ലല്ലോ. അയ്യപ്പനല്ല. അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ ആരല്ല, നമ്മുടെ ഈ മണികണ്ഠനല്ല. മണികണ്ഠനെ ആ അയ്യപ്പനായിട്ട്, ശാസ്താവായിട്ട് ചാത്തനാണോ? ശിവപാർവതി പുത്രനായ ചാത്തനാണോ? ഈ അയ്യപ്പൻ എന്ന് വിളിപ്പേരുള്ള മണികണ്ഠകുമാരൻ അപ്പുറത്ത് ഇരിപ്പുണ്ടെന്നേ, മണിമണ്ഡപത്തിൽ ജീവസമാധി ഉണ്ട് അദ്ദേഹത്തിന്റെ. ഉണ്ട്. അത് ചാത്തനെന്നോ ശാസ്താവെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് തേടിയെത്തിയ പന്തളംകുമാരനായ മണികണ്ഠൻ അവിടെ യോഗനിദ്രയിലാവുകയും പിന്നീട് ജീവസമാധിയിലെത്തുകയും അത് ശാസ്താവിലേക്ക് തിരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തൊരാൾ കൂടി ഇരിക്കും, മാളികപ്പുറത്തമ്മ. ആ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് അനുഗ്രഹവും കാംക്ഷിച്ചിട്ടാണ് ശബരിമല പോകുന്ന ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ശിവൻ അങ്ങനെ ഒരു രൂപമില്ലല്ലോ. ശിവനെന്നൊരാളെ ഇല്ല. ഇപ്പോൾ ഇന്ന് ഒത്തിരി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ജീസസ് ജീവിച്ചിരുന്ന സമയത്ത് ജീസസിൻ്റെ ആ വോയിസിനെ ഇന്ന് അതിനെ റിക്കവർ ചെയ്തെടുത്തിട്ട് ജീസസിൻ്റെ അതേ വോയിസിനകത്ത് കേൾപ്പിക്കാൻ പറ്റുമോ എന്നുള്ള, ജീസസിൻ്റെ മാത്രമല്ല ജീവിച്ചത്. സോ ആ എനർജി ഇന്നും ഉണ്ട്. അതെ അതെ. അപ്പോൾ 1000, 2000, 10,000, പിന്നെ 20,000 വർഷമൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ അന്നുള്ള വോയിസും അന്നുള്ള എനർജിയും ഇന്നും ഈ ഭൂമിയിൽ നശിക്കാതിരിപ്പുണ്ട്. ഓർമ്മകൾ എന്ന് പറയാൻ പറ്റില്ല, അതേ എനർജി. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പം നമ്മൾ ഈ പിന്നെ റെക്കോർഡ് ചെയ്യുന്ന ഈ വോയിസ് നമ്മൾ എയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലേക്കല്ലേ അത് കിട്ടുന്നേ. അതെ, ലോകം മുഴുവൻ പോവാണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി അന്തരീക്ഷം മുഴുവനുണ്ട്. അപ്പോൾ അതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസിലേക്കാണ് നമുക്ക് കാണാൻ പറ്റുക. എന്ന് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ജീവിച്ചിരുന്ന, നൂറ്റാണ്ടുകൾക്ക് ജീവിച്ചിരുന്ന ആൾക്കാർ സംസാരിച്ചതും അവരുടെ എല്ലാ വിഷ്വൽസും ഈ പ്രപഞ്ചത്തിനകത്തുണ്ട്. റിട്രീവ് ചെയ്തെടുത്താൽ മാത്രം മതി, അതിനൊരു ഡിവൈസ് വേണം. സോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കാര്യം. ഇപ്പോൾ ഒരു മരിച്ചുപോയ ഒരാളിൻ്റെ എനർജി അവൈലബിൾ ആണ്. ആ എനർജിയും എൻ്റെ മനസ്സിനകത്തിരിക്കുന്ന എനർജിയും തമ്മിലുള്ള ആ ഫ്രീക്വൻസിയിൽ ആ എനർജി കണക്റ്റായി കഴിഞ്ഞാൽ ആ എനർജിയിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഡീകോഡ് ചെയ്ത് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ ശബരിമലയിൽ കിട്ടുന്ന എനർജി അയ്യപ്പൻ്റെ ജീവസമാധിയിൽ നിന്നുള്ളതാണ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു കാര്യത്തിലല്ല ശബരിമല സ്ഥാപിച്ചിരിക്കുന്നത്. ശബരിമല സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ മറ്റൊരു വലിയൊരു സത്യമാണ്. എന്താണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യം? ഓക്കെ, ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ശബരിമല ശാസ്ത്രീയ സത്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ തെക്കൻ ഇന്ത്യക്കകത്ത് ഒരു കാലത്ത് മഴ ഇല്ലായിരുന്നു, വറ്റി വരണ്ട ഭൂമിയായിരുന്നു. അതിന് കാരണമായിട്ട് ഈ സയൻസിൻ്റെ ഭാഗം ഞാൻ പറയുന്നത്. അതിന് കാരണമായിട്ട് അന്ന് കണ്ടെത്തിയിരുന്നത്, പരശുരാമൻ കണ്ടെത്തിയിരുന്നത്, അറബിക്കടലിലെ വെള്ളം ന്യൂനമർദ്ദം ഉണ്ടാകുന്ന സമയത്ത് നീരാവിയായി പൊങ്ങി ബംഗാൾ ഉൾക്കടലിൽ പോയി വീഴും. അവിടുത്തെ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആവിയായിട്ട് പൊങ്ങിയിട്ട് നേരെ അറബിക്കടലിൽ പോയി ഘനീഭവിച്ച് അവിടെ മഴയായിട്ട് പെയ്യും. ഈ ഭൂമിയിൽ മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയില്ലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ നമ്മളൊരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കടലിൽ വെള്ളം നീരാവിയായി പൊങ്ങി അങ്ങനെയുമല്ല. അതിനകത്ത് ഒരു കാര്യം കൂടെ ആഡഡ് ആണ്. അത് നമ്മുടെ സിലബസിൽ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്, കേരള, തെക്കേ ഇന്ത്യക്കകത്തുള്ള സിലബസിലുണ്ട്. അത് മഴ, ആ മേഘങ്ങളെ നമ്മുടെ സഖ്യപർവ്വതം തടഞ്ഞു നിർത്തി അങ്ങനെ ഘനീഭവിച്ച് മഴ. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസിനകത്ത്. പക്ഷേ ലോകത്തിലൊന്നും മഴ പെയ്യുന്ന ഇങ്ങനെയല്ല. ഇന്ത്യക്കകത്ത് തെക്കൻ കേരളത്തിന് മാത്രം ഇങ്ങനെ മഴ പെയ്യുന്നു. അതെ, ബാക്കി സ്ഥലത്ത് ഘനീഭവിച്ച് മഴ പെയ്യും. പക്ഷെ ഇവിടെ ഘനീഭവിപ്പിച്ച് മഴ പെയ്യുകയാണ് നമ്മുടെ സഖ്യപർവ്വതം. അപ്പോൾ നമ്മുടെ ഇവിടെ തെക്കൻ കേരളത്തിൽ മഴ ഇല്ലാതിരുന്നതിൻ്റെ കാരണം പരശുരാമൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ മഴമേഘങ്ങൾ പോകുന്ന ഒരു പാത്തുണ്ട്. നമുക്ക് ഈ പ്ലെയിൻ പോകുന്ന ട്രാക്ക് പോലെ മഴമേഘങ്ങൾ പോകുന്ന ഒരു ട്രാക്കുണ്ട്. ആ മർദ്ദത്തിൻ്റെ ഇടയിലൂടെ അത് പോകത്തുള്ളൂ. അതിനെ ആകാശഗംഗ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ആ ശബരിമല സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തു കൂടെയാണ് ഈ മഴമേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. അവിടെ ഹൈറ്റ് കുറവാണ്, മേഘങ്ങൾ ആ മലനിരകൾക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഈ ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടാണ് ഈ 18 മലകൾ, ഇന്നത്തെ 18 പൂങ്കാവനങ്ങൾ എന്ന് പറയുന്ന ഈ 18 മലകളുടെയും ഹൈറ്റ് അദ്ദേഹം വലിയ വൃക്ഷങ്ങൾ വെച്ചിട്ട് കൂട്ടുന്നത്. അപ്പോൾ 1-2 ദിവസം കൊണ്ട് സാധ്യമല്ലല്ലോ. അപ്പോൾ അത്രയും വർഷം അദ്ദേഹം അതിനു വേണ്ടി എഫേർട്ട് ഇട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും സസ്യഭുക്കുകളൊക്കെ അവിടെ പോയിട്ട് അതിനെയൊക്കെ തിന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സസ്യഭുക്കുകളെയൊക്കെ അങ്ങോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ബൗണ്ടറിയൊക്കെ തിരിച്ചിട്ട്, അതായത് നമ്മൾ എരുമേലി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ പേട്ടത്തുള്ളിൻ്റെ പിന്നിൽ ഇതിനെയൊക്കെ ഓടിച്ചു വിടുന്ന വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ അവിടെ ടൈഗർ ഫോറസ്റ്റ് അദ്ദേഹം ഒരുക്കി. അപ്പോൾ അധികം ആ സസ്യഭൂക്കൾ അങ്ങോട്ട് കയറത്തില്ല. അങ്ങനെ ഈ വിഷപ്രകൃതിയുടെ ഹൈറ്റിനെ കൂട്ടിയിട്ടാണ് ഈ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യുന്ന ഒരു ശാസ്ത്രീയ വൈഭവം അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ നമ്മുടെ വേദങ്ങളുമായിട്ടുള്ള ടെക്നിക്കൽ ടേമുകളുണ്ട്. ഞാനൊരു ക്രൈസ്തവനായതുകൊണ്ട് പെട്ടെന്ന് എല്ലാ ടേമും വരത്തില്ല. ഇപ്പം ശബരം എന്ന് പറയുന്നത് ജലമാണ്, ശബരി എന്ന് പറയുന്നത് പാർവതിയാണ്. അപ്പോൾ പാർവതി എന്ന് പറയുന്ന ജലമെന്നേ അർത്ഥമുള്ളൂ. ശിവൻ എന്ന് പറയുന്നത് മണ്ണാണ്. അപ്പോൾ ഈ ശിവനും പാർവതിയും കൂടെ ഒരുമിച്ചിരുന്നാൽ മാത്രമേ ഈ വൃക്ഷപ്രകൃതിയെ അല്ലെങ്കിൽ ഈ സസ്യലോകത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ് ചത്തിയോട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ, ആദ്യമായിട്ട് ഒരു സസ്യം ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നത് നമ്മുടെ ഈ തെക്കൻ ഇന്ത്യക്കകത്താണ്, നമ്മുടെ അഗസ്ത്യകൂടത്തിലാണ്. ആദ്യമായിട്ടൊരു ജീവൻ്റെ മുകളം ഉണ്ടായി വരുന്നതും അഗസ്ത്യകൂടത്തിൽ ആ പ്രദേശങ്ങളിൽ നിന്നാണ്. അപ്പോൾ ജീവൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്ന അഗസ്ത്യകൂടത്തിലാണ്, ഭാരതത്തിനകത്താണ്. അപ്പോൾ അതുണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സയൻസിൻ്റെ സപ്പോർട്ടോടുകൂടെയാണ്. ശബരിമല അങ്ങനെ ഉണ്ടാക്കപ്പെട്ടെങ്കിലും അവിടെ എങ്ങനെയാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ വരുന്നത്? അതെ, ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ വെള്ളത്തെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉത്ഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ശാസ്ത്ര സത്യത്തെ ഒരുക്കിയതിന് ശേഷം ആ പീഠത്തിനാണ് ശബരി പീഠം എന്നല്ലെങ്കിൽ ശാസ്താ പീഠം എന്നുള്ള രീതിയിൽ അന്ന് പരശുരാമനാണ് പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ ഒരു ക്ഷാമം ഉണ്ടാകുന്നത് അയ്യപ്പൻ്റെ കാലത്താണ്, അതായത് നമ്മുടെ കലിയുഗം തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഈ സത്യം പിന്നീട് മനസ്സിലാക്കുന്നത് ശ്രീ മണികണ്ഠനാണ്. അപ്പോൾ അദ്ദേഹം അമ്മയുടെ ഉദരരോഗത്തിൻ്റെ നിവാരണത്തിന് വേണ്ടി പുലിപ്പാലിന് വേണ്ടി പോയെന്ന് പറയുന്നത്, അമ്മയുടെ ഉദരരോഗം എന്ന് പറയുന്നത് ജന്തുലോകത്തിൻ്റെയാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മാതാവിൻ്റെ അല്ല. അപ്പോൾ ആ മാതാവ് എന്ന് പറയുന്നത് ജന്തുലോകമാണ്. അപ്പോൾ ജന്തുലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ പുലിപ്പാൽ ഉരുക്കുക എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള ആ ജലത്തിൻ്റെ പ്രഭാവത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേവലം ഒരു പന്തളം രാജകുമാരൻ എന്നുള്ള നിലയിൽ ഒരു പ്രാദേശിക രാജാവായിട്ട് തുടരുക എന്നുള്ളതിൽ നിന്ന് ഉയർന്ന് നമ്മുടെ ഈ ദക്ഷിണ ഇന്ത്യക്കകത്ത് എല്ലാ മനുഷ്യരുടെയും രാജാവായിട്ട് അദ്ദേഹം ഒരു പ്രതിഷ്ഠയായിട്ട് മാറിയത് വീണ്ടും പരശുരാമൻ്റെ അതേ റോൾ അദ്ദേഹം നിർവഹിച്ചതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവിടെ ശാസ്ത്ര പ്രതിഷ്ഠ ഉള്ളത് കൊണ്ടും ഈ ശബരിമല ഉള്ളത് കൊണ്ടുമാണല്ലോ അയ്യപ്പനെ തേടി അങ്ങോട്ടേക്ക്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആയിരിക്കുന്നത് അയ്യപ്പനല്ലല്ലോ? അയ്യപ്പനല്ല. അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ ആരല്ല, നമ്മുടെ ഈ മണികണ്ഠനല്ല. മണികണ്ഠനെ ആ അയ്യപ്പനായിട്ട് ശാസ്താവായിട്ട് ചാത്തനാണോ? ശിവപാർവതി പുത്രനായ ചാത്തനാണോ? രണ്ട് കൺസെപ്റ്റ് ഏകദേശം പറഞ്ഞു വരുമ്പോൾ ഒരേ ആശയമായിട്ട് വരും. അത് നമുക്ക് പിന്നെ അതിലോട്ട് പിന്നെ പോകാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ രസകരമായ സംസാരമാണ്, അതുകൊണ്ട് അങ്ങനെ പോവാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചാത്തൻ എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാ ജന്തുക്കളെയും വിളിക്കുന്ന പേരാണ് ചാത്തൻ. അതിനകത്ത് കുഞ്ഞു ഉറുമ്പുകൾ മുതൽ ആന വരെ ഉള്ളതെല്ലാം ചാത്തന്മാരാണ്. അതാണ് ഏകദേശം എത്ര 365 സംതിങ് അത്രയും വകഭേദങ്ങളുള്ള അനിമൽ സ്പീഷ്യസ് ഉണ്ട്. അപ്പോൾ ചാത്തന്മാരെന്ന് പറയുന്നത് അതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ചാത്തനെയാണ്, മനുഷ്യനെയാണ്, ജീവജാലങ്ങളെയാണ് അവിടെ പ്രതിഷ്ഠയാണ് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. തീർച്ചയായിട്ടും. കഥകൾ പലതാണല്ലോ. അതെ, ആദി മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആദിവാസികളുടെ ദൈവം കുലദൈവമായ ചാത്തനാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ. എന്റെ ചോദ്യത്തിന് ഇപ്പോഴും അങ്ങ് പറഞ്ഞ ഉത്തരം മതിയായിട്ടില്ല. ഒന്നുകൂടെ റിപ്പീറ്റ്. ഞാൻ ചോദിച്ചത് അങ്ങക്ക് ശബരിമലയിൽ പോകുമ്പോൾ കിട്ടുന്ന വൈബ്രേഷൻ അവിടെ ഇരിക്കുന്ന അവിടെ ഉണ്ടാകുന്ന അയ്യപ്പന്റെ ജീവസമാധിയിൽ നിന്നുള്ള വൈബ്രേഷൻ ആണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അവിടെ പോയി എന്തെങ്കിലും ഒരു വൈബ്രേഷൻ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം എനിക്ക് ഏറ്റവും പ്രചോദനമായത് തത്വമസി എന്ന് പറയുന്ന ആപ്തവാക്യമാണ്. അതിനെ ഉദ്ഘോഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷനാണ് എനിക്കുള്ളത്. ഈ അയ്യപ്പൻ എന്ന വിളിപ്പേരുള്ള മണികണ്ഠകുമാരൻ അപ്പുറത്ത് ഇരിപ്പുണ്ടെന്നേ, മണിമണ്ഡപത്തിൽ ജീവസമാധി ഉണ്ട് അദ്ദേഹത്തിന്റെ. ഉണ്ടാകാം. ഉണ്ട്. അപ്പോൾ കാരണം അദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ് പോയത്. ഓക്കെ, അവിടെയാണ് സമാധി. അതെ. അപ്പം ഞാൻ രണ്ടാമത് പോകുമ്പോൾ എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരിക്കും ഞാൻ ആസ്വദിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ശ്രീ അയ്യപ്പൻ്റെ സമാധിയിൽ നിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ള പ്രതിഷ്ഠകളിൽ നിന്നല്ല. ഈ ശാസ്ത്ര സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ഞാൻ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയാണ് എനിക്ക് കിട്ടുന്ന വൈബ്രേഷൻ. പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടത് തന്നെയാണ് ശബരിമല ശാസ്താവ്. എന്തോ ആയിക്കോട്ടെ, വിശ്വാസം എന്തോ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അത് വിശ്വസിക്കും. തീർച്ചയായിട്ടും. പരശുരാമൻ ഭാരതത്തിൽ ആവശ്യമായ ജലസമ്പത്തിന് വേണ്ടി മഴ പെയ്യിക്കാൻ വേണ്ടി ശബരിമലയിലെ 18 മലകളെയും സംരക്ഷിച്ച് വൃക്ഷലതാദികൾ നട്ടു വളർത്തി ഘോരവനമാക്കി മാറ്റി. അവിടെ ശിവപാർവതി സങ്കല്പത്തിൽ പുത്രസങ്കല്പത്തിൽ ഒരു പ്രതിഷ്ഠ നടത്തി. അത് ചാത്തനെന്നോ ശാസ്താവെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് തേടിയെത്തിയ പന്തളം കുമാരനായ മണികണ്ഠൻ അവിടെ യോഗനിദ്രയിലാവുകയും പിന്നീട് ജീവസമാധിയിലെത്തുകയും അത് ശാസ്താവിലേക്ക് ലയിച്ചിരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ഒരാളോട് ഇത് മാളികപ്പുറത്തമ്മ. ആ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ജലത്തിന്റെ അമ്മയാണ്.
മധുര മീനാക്ഷിയാണെന്നാണ് പറയുന്നത്. അതെ, മധുര മീനാക്ഷി എന്ന് പറയുന്നത് മധുര മീനാക്ഷി. പണ്ട് പാണ്ഡ്യരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാം. പണ്ടത്തെ രാജ്യത്തെ കുലദേവതയായി അവിടെ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു അവർ വിശ്വസിച്ചു പോയിരുന്നു. അപ്പൊ അതിനെന്തെങ്കിലും സങ്കല്പം ഉണ്ടോ അങ്ങയുടെ കണ്ഠത്തിൽ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അതെടുത്തിട്ടത്. അതെ, മധുര മീനാക്ഷി എന്ന് പറയുന്നത് ആ ജലത്തിന്റെ പീഠമാണ്. അതായത് നമ്മുടെ ഓരോ ഭവനത്തിന്റെ അകത്തുമുള്ള മാളികപ്പുറത്തമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് ശരിക്കും ജീവൻ ഏകുന്ന ആ ഒരു പ്രതിഷ്ഠയാണ് ആ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത്. ആ അമ്മമാരും അങ്ങോട്ടേക്ക് ചെല്ലണ്ട, ഞാൻ അമ്മയ്ക്കൊപ്പം ഇവിടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് അവിടെ. തീർച്ചയായിട്ടും. അതെ, ഋതുമതികളായ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത് അതിനെയാണ് തെറ്റ്. ഋതുമതിയായിട്ടുള്ള സ്ത്രീകളല്ല, ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഒരുപടി കൂടെ കടന്നാണ്. പറയും. അതായത് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് ഒരു രജോ ഗുണം അല്ലെങ്കിൽ രജോ ഭാവം ഉണ്ടാക്കാൻ കഴിവില്ലാത്തവർ മാത്രമേ അങ്ങോട്ട് പോകാവൂ. അതൊരു തെറ്റിദ്ധാരണയല്ലേ? അങ്ങനെ ഒരാളെ കണ്ടാൽ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും എല്ലാവർക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ നശിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ശബരിമലയിൽ മാത്രം അങ്ങനെ ഒരു സിസ്റ്റം, ബാക്കിയുള്ളിടത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല? അല്ല, ശബരിമലയുടെ ഉദ്ദേശശുദ്ധി ഇതാണ്. ആർക്ക് വേണ്ടിയിട്ടാണോ അതവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവരവിടെ പോകേണ്ട ആവശ്യമില്ല. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും പ്രൊട്ടക്ഷന് വേണ്ടിയും. സെക്ഷൽ ടെംപ്ടേഷൻസ് ഒരു തെറ്റായ കാര്യമാണോ? തെറ്റായ കാര്യമല്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ കാര്യത്തിനകത്ത് ഇങ്ങനെ ഒരു ടെംപ്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പുരാണങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ യുദ്ധത്തിന് പോവുകയാണ്, ഒരു ക്രൂഷ്യലായിട്ടുള്ള യുദ്ധത്തിന് പോവുകയാണ്. ആ യുദ്ധത്തിന് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ ഒരു ടെംപ്ടേഷൻ ഉണ്ടായി അതിനകത്തേക്ക് നമ്മൾ വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷവും സമാധാനവും അനുഗ്രഹവും കാംക്ഷിച്ചിട്ടാണ് ശബരിമല പോകുന്ന ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭൂപ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ ഡാമേജസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് അതൊരു കാഷ്വലായിട്ട് മാറിയിരിക്കുന്നത്. പണ്ട് ശബരിമല പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം അത് വലിയ ടൈഗർ ഫോറസ്റ്റ് ആയിരുന്നു, നിബിഡ വനങ്ങളായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ മഹാഭാഗ്യമായി കരുതിയിരുന്നൊരു സമയത്താണ് ആ ക്ഷേത്രത്തിൻ്റെ ശരിക്കുമുള്ള നിലനിൽപ്പുണ്ടായിരുന്നത്. ഇന്ന് കൊമേഴ്ഷ്യലായല്ലോ, ഇന്ന് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വരാമെന്നുള്ള രീതിയായി. പോകാൻ പറ്റില്ല ഈ സമയങ്ങളിൽ. പണ്ട് മണ്ഡലകാലം മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, മന്ത്ലിയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഓരോ മാസവും എല്ലാ ദിവസവും തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കൂടി വരുമാനം ദേവസ്വം ബോർഡ് ലഭിക്കട്ടെ. അതെ, ദേവസ്വം ബോർഡിൽ ലഭിച്ചിട്ട് സർക്കാരിന് കാര്യമൊന്നുമില്ലല്ലോ. അതിനൊരു പങ്ക് അവിടെ ചെല്ലുമല്ലോ പല വിധത്തിൽ. KSRTCയിലൂടെയും ഭക്ഷണത്തിന് ഏർപ്പെടുത്തുന്ന GSTയിലൂടെ ഒക്കെ വരുമല്ലോ, തീർത്ഥാടനമല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടല്ല ശബരിമല സ്ഥാപിച്ചതെന്നും അത് ശരിക്കും മറ്റൊരു കാര്യത്തിനാണെന്നും എൻ്റെ ഈ യാത്ര കുറച്ചുകൂടെ ആധികാരികതയോടുകൂടെ വിളംബരം ചെയ്യുകയും വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്നുള്ള ഒരു കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ആ കൊമേഴ്ഷ്യലൈസേഷനെ കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ചില ആൾക്കാരുടെയെങ്കിലും മനസ്സിനകത്ത് ഇതൊരു ഉദ്ബോധകമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധ്യമാകുമോ ഇന്നിൻ്റെ കാലത്ത്? ആകണമല്ലോ. ഒരു ഗാന്ധിജി ഹെലിപ്പാഡും അടക്കം അവിടെ പ്ലാനിങ്ങിലാണ്. ഓക്കെ, പ്ലാനിങ്ങിലുള്ള പലതും തിരിച്ച് കളയാനും പറ്റുമല്ലോ. കാരണം ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് വേറെ പല പ്ലാനുമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് പരിപാടിയൊക്കെയാണ് ഇപ്പോൾ നടക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇപ്പോൾ പുതിയ പ്രോജക്റ്റൊക്കെ വന്നില്ല. അപ്പോൾ പഴയ പ്രോജക്റ്റ് എല്ലാം മാറി. അതെല്ലാം അപ്രൂവൽ കിട്ടിയ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ പുതിയ പ്രോജക്റ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അങ്ങയുടെ മനസ്സിൽ ഇരിക്കുന്ന ഒരു ഭഗവത് സങ്കല്പം? എന്താണ് ഒരു ഭഗവാൻ? ആരാണ് ഒരു ഭഗവാൻ? അത് ആരോ ആയിക്കോട്ടെ, ഏത് മതത്തിൻ്റെതോ ആയിക്കോട്ടെ, ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്താണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി? ഭഗവാൻ എന്നുള്ളതാണോ അല്ലെങ്കിൽ ശരിക്കും ഒരു ദൈവസങ്കല്പം മാത്രമേ ഉള്ളൂ? ഓക്കെ, എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവസങ്കല്പം എന്ന് പറയുന്നത് സകലത്തിനും നിദാനമായിരിക്കുന്ന, സകലത്തിനും കാരണമായിരിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയാണ് ശരിക്കുമുള്ള ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു മാനുഷിക രൂപമുള്ള ഒരു വ്യക്തിയോ ഒരു വികാരങ്ങളായിട്ടുള്ള ഒരു വ്യക്തിയോ അല്ല. അതൊരു ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു എനർജി സോഴ്സാണ്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റും. എന്തിനാണ് നമ്മൾ വിഗ്രഹാരാധന നടത്തുന്നത്? വിഗ്രഹങ്ങൾ എപ്പോഴും ഈ പറഞ്ഞതുപോലെയുള്ള ചില സത്യങ്ങളെ വിഗ്രഹിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ശിവൻ്റെ രൂപം, ആ ശിവൻ്റെ രൂപം നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയാണ് ശിവൻ എന്നുള്ളത് നോക്കി നമ്മൾ കണ്ടു പഠിക്കണം. അദ്ദേഹം ചന്ദ്രചൂടനാണ്, അപ്പം ചന്ദ്രനെ ഭൂമി വഹിച്ചിരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. അദ്ദേഹം പാമ്പിനെ ഇതിലിട്ടിട്ടുണ്ട്, അത് ജന്തുലോകത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുടിയിൽ നിന്നൊരു ജലധാര ഒഴുകുന്നുണ്ട്, അത് ആ ഗംഗയാണ്. അപ്പോൾ ഇതിനെല്ലാം വിഗ്രഹിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രൂപം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ശിവൻ അങ്ങനെ ഒരു രൂപമില്ലല്ലോ. ശിവൻ എന്നൊരാളേ ഇല്ല. ഓരോന്നിനും ഓരോ സങ്കല്പങ്ങളുണ്ട്. പറഞ്ഞത് ശരിയാണ്. ഓരോ സങ്കല്പങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പലരും കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അയാളെ ഹൈന്ദവ വിരോധിയാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് പഴയ കാര്യത്തിലേക്ക് വരാം. നമ്മൾ എനർജികളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശബരിമലയെ ഞാൻ വീണ്ടും കൊണ്ടുവന്ന് അതിലേക്ക് കണക്ട് ചെയ്തത്. അങ്ങ്
ശബരിമലയാണല്ലോ അങ്ങേ ഞങ്ങളിലേക്കൊക്കെ എത്തിച്ച ഘടകം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങോട്ടേക്കൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഈ സെമിത്തേരികളിൽ, ശ്മശാനങ്ങളിലൊക്കെ ഈ എനർജി സാന്നിധ്യം കൂടുതലായിരിക്കില്ലേ? ആര് പറഞ്ഞു? കേട്ടില്ല. അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. കേട്ട കഥകളാണ്, ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നതാണ്, എഴുതപ്പെട്ടതും ആമൊഴിയായും വരമൊഴിയായും പ്രചരിച്ച കഥകളാണ്. അതെ, അത് ആൾക്കാരുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ടാണ് അവിടെയൊക്കെ എനർജി സിസ്റ്റം നെഗറ്റീവാണ് എന്നുള്ളത് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ അങ്ങനെയുള്ള കല്ലറകളിലോ അല്ലെങ്കിൽ ശ്മശാനങ്ങളിലോ ഒന്നും എനർജി അങ്ങനെ നെഗറ്റീവായിട്ട് വ്യാപരിക്കുന്നൊന്നുമില്ല. അതെ, അങ്ങ് നേരത്തെ പറഞ്ഞു ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ചുറ്റും ഉണ്ടാകുന്ന ഓറ, അതെ, അതിനെ നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത്. അതെ, അത് സ്വാഭാവികമായിട്ട് അയാളുടെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നിടത്തായിരിക്കുമല്ലോ അത് തുറക്കുക. ഒരിക്കലും അല്ലല്ലോ. ആ എനർജി സിസ്റ്റം എവിടെ വേണമെങ്കിലും എനർജിക്ക് ഒരു സ്ഥായിയായിട്ട് നിലനിൽക്കാനായിട്ട് ഒരു പ്രാദേശിക മണ്ഡലമൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുരുത്വാകർഷണമൊന്നും അവിടെ ഇല്ല. ഹൈന്ദവാചാര്യന്മാർ പറയും, അല്ലെങ്കിൽ ഈ ഗണകന്മാർ, പണിക്കർമാർ, അതായത് ജ്യോതിഷികർ, അങ്ങനെ പറയാം, ജ്യോതിശാസ്ത്രജ്ഞർ, അവർ പറയും ഒരാൾ മരണപ്പെട്ടാൽ 100 ദിവസം വരെ അയാളുടെ എനർജിയുടെ, ആത്മാവിന്റെ സാന്നിധ്യം ആ ഭവനങ്ങളിലും അവരുമായി പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുണ്ടാവും. 100 ദിവസം വരെ ഇതിനെ ശ്രദ്ധിക്കണം. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എനർജിക്ക് അല്ലെങ്കിൽ ആത്മാവിന്, അവരുടെ ഭാഷയാണ് ഞാൻ പറയുന്നത്, ബന്ധുമിത്രാദികൾ എന്നുള്ള സ്നേഹമോ സെന്റിമെന്റ്സോ ഉണ്ടാവില്ല, ശത്രുഭാവത്തിലായിരിക്കും നിൽക്കുക, അവയെ സൂക്ഷിക്കണമെന്ന് പറയും. എന്താണ് അതിൻ്റെ ഒരു, അതിനെയും നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തെ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വേഷം എന്താണ്? ഈ ശത്രുഭാവം ഉണ്ടാകാനായിട്ട് എനർജിക്ക് ഇമോഷൻസ് ഒന്നും ഇല്ലല്ലോ. ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഇങ്ങനെയുള്ള ഇമോഷൻസ് ഒന്നും ഒരു എനർജിക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് ആൻ എനർജി. നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോഴത്തേക്ക് നമ്മൾ കാല് വെച്ചിട്ട് ചവിട്ടി അങ്ങോട്ട് കറക്കുമ്പോഴത്തേക്കാണ് ആ ഗതികോർജ്ജമാണ് നമ്മൾ സഞ്ചരിക്കാനായിട്ട്